നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ ഇന്നലെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഏറ്റവും താഴെ നിൽക്കുന്ന അൽ ഹസവുമായിട്ടാണ് സമനിലയിൽ കുരുങ്ങിയത്. ഇന്നലത്തെ സമനിലയിൽ നിന്ന് ലഭിച്ച ഒരു പോയിന്റ് കൊണ്ട് അൽ നസർ ഒരു പടി മുന്നോട്ട് കയറി 17ാമതേക്കായിട്ടുണ്ട്. ആ ടീമിനെതിരെ 4 ഗോളുകൾ വഴങ്ങുന്ന പരിതാപകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇവിടെ തീരുകയാണോ അൽ നസറിന്റെ ഇത്തവണത്തെ കിരീടമോഹം? സൗദി പ്രോ ലീഗിലെ കിരീടമോഹം ഏതാണ്ട് അങ്ങനെ തന്നെ ആയിട്ടുണ്ട് എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതിൻ്റെ കാരണം, ഇങ്ങനെ താഴെയുള്ള ടീമുകളോട് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്താൽ പിന്നെ അൽ ഹിലാലിനെ പിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അൽ ഹിലാൽ അപരാജിത കുതിപ്പ. ഈ സീസണിൽ ഒറ്റ കളിയും തോൽക്കാതെയാണ് അവർ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവർക്ക് അൽ ഇത്തിഹാദുമായിട്ട് കളിയുണ്ട്. ഇന്നത്തെ കളിയിൽ അവർ പരാജയപ്പെടണം എന്നുള്ളതാണ് അൽ നസറിന്റെ ആരാധകർ ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും അൽ ഹിലാലിന്റെ കുതിപ്പ് കാണുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കരീം ബെൻസിമക്ക് പരിക്കാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അൽ ഇത്തിഹാദിന്റെ നിരയിൽ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. 21 കളികളിൽ നിന്ന് 19 വിജയവും 2 സമനിലകളുമായി 59 പോയിന്റോടെ അൽ ഹിലാൽ 1-ാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ 22 കളികളിൽ നിന്ന് 17 വിജയം, 2 സമനില, 3 തോൽവികൾ, 53 പോയിന്റ് ഉള്ളൂ. അൽ നസറിന് 6 പോയിന്റിന്റെ ഗ്യാപ്പുണ്ട്. ഒരു കളി അധികം കളിച്ചിട്ടുമുണ്ട്. ഇനി അൽ ഹിലാലിനെ പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ഇത്തവണ അൽ നസറിന് തിരിച്ചടിയായി പോയത് ഈ ഡിഫൻസിലെ പ്രശ്നങ്ങളാണ്. 30 ഗോളുകളാണ് ഓൾറെഡി അവർ ഇപ്പോൾ വാങ്ങിക്കൂട്ടിയത്. 64 ഗോൾ അടിച്ചു, 30 എണ്ണം തിരികെ വാങ്ങി, പ്ലസ് 34 അവരുടെ ഗോൾ ഡിഫറൻസ് എങ്കിൽ അൽ ഹിലാൽ ആകെ തിരികെ വാങ്ങിയത് 10 ഗോൾ. അവരും അടിച്ചത് 64 ഗോളുകളാ, തിരികെ വാങ്ങിയത് 10 ഗോളുകൾ, പ്ലസ് 54 ഗോൾ ഡിഫറൻസുമായിട്ട് അവർ മുന്നിൽ നിൽക്കുന്നു. ഇന്നലെ ഇപ്പം ലൂയിസ് കസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ തിരിച്ചടിയാണിത്. എന്നാൽ പാതി വഴിയിൽ വെച്ച് എല്ലാം ഉപേക്ഷിച്ച് മടങ്ങുന്നവരെ, അല്ലെങ്കിൽ പ്രതീക്ഷ അസ്തമിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ തരത്തിലുള്ള ആളല്ല, അവസാനം വരെ പൊരുതും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡിഫൻസിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഒഫൻസീവ് കോച്ചാണ്. ഡിഫൻഡ് ചെയ്ത് നിന്നുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് മാത്രം കളിക്കാൻ ഏത് കോച്ചിനും പറ്റും. ഞാൻ അങ്ങനെയല്ല, ഞാൻ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ SSC സ്പോർട്സിന്റെ അനലിസ്റ്റ് പറഞ്ഞത്, ഒരു ടാക്ടിക്സും ഇല്ലാത്ത രൂപത്തിൽ അൽ നസർ കളിക്കുന്നു എന്നാണ് തോന്നുന്നത് എന്ന്. 90 മിനിറ്റ് വെറുതെ, പ്രത്യേകിച്ച് ടാക്ടിക്സ് ഇല്ലാതെ കളിക്കുന്ന പോലെയാണ് എന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. അതുപോലെ അൽ ഹസമിന്റെ കോച്ച് ഇന്നലെ പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള ഡിഫൻസ് ആയിരുന്നു അൽ നസറിൻ്റെത്. കളി കുറച്ച് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഗോൾ അടിച്ചേനെ, അങ്ങനെ ആവശ്യത്തിന് സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു എന്നൊക്കെ. എന്തായാലും പ്രശ്നങ്ങളുണ്ട് അൽ നസറിൽ എന്നുള്ളത് വ്യക്തമാണ്. സൗദി പ്രോ ലീഗിലെ കിരീടം ഏതാണ്ട് കൈവിട്ട മട്ടുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.